മോർണിംഗ്. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. സോ നമ്മള് ജെൻഡർ റിവീലിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഒന്നും ആയിട്ടില്ല, ചെയ്തോണ്ടിരിക്കുവാണ്. അപ്പൊ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ. നമ്മള് ഡെക്കറേഷൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടോ. അപ്പം കേക്കും അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാണ്. കണ്ടില്ലേ, നമ്മുടെ ഡാഡി മമ്മിയോടെ നിൽപ്പുണ്ട്. പരിപാടി നമ്മൾ ഗാർഡനിൽ നടത്താമെന്നായിരുന്നു കേട്ടോ വിചാരിച്ചിരുന്നു. പക്ഷേ അന്ന് രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു. സോ നമ്മൾ ഡെക്കറേഷൻസും പരിപാടി പാർട്ടിയും ഒക്കെ നമ്മൾ അകത്തേക്ക് ആക്കിട്ടോ. അപ്പോൾ ഡെക്കറേഷൻസ് അവിടെ നിന്നിട്ട് ഡാഡി മമ്മിയൊക്കെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടോ. ബേബിയുടെ ഡാഡി മമ്മി കണ്ട അടിപൊളി ഫോട്ടോസ്, അത് നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റും. ഇനി അടുത്ത പരിപാടി കേക്ക് കട്ടിംഗ് ആണ്. ഇത് പൊക്കുമ്പോ ഞാനിത് വെക്കണ്ട നിക്കട്ടാ. റെഡിയല്ലേ? റെഡി 1 2 3 Congratulations and celebrations. ഇതൊന്നും വീഡിയോയിൽ വരൂല. അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒളിപ്പിക്കായിരുന്നു. സോ ബോയ് ബേബി ആണെന്ന് നിങ്ങൾ എല്ലാരും കണ്ടല്ലോ. ഇന്നിപ്പോ നമ്മള് അത് കഴിഞ്ഞിട്ട് എല്ലാവരും സാരിയെ കൊടുത്ത് വളകാപ്പ് പോലെ നിൽക്കും. കപ്പിൾസ് തിരിയൂ കണ്ടോ, സാരി കൊടുത്ത് വളകാപ്പ് പോലെ നടത്താൻ പോവാണ്. ഇനി ഇതിന്റെ കുറച്ച് ഫോട്ടോസ് എടുത്ത് എന്നിട്ട് നമ്മള് നേരെ ബീച്ചിൽ പോകും. അല്ല മിക്കി, മിക്കി പൊട്ടുണ്ടോ കൊച്ചിന്റെ? നിങ്ങൾക്ക് ആർക്കും പൊട്ടില്ലല്ലോ, മിക്കിക്ക് മാത്രമേ പൊട്ടുള്ളൂ. മിക്കി മേക്കപ്പും ചെയ്തിട്ടുണ്ട്. ലിപ്സ്റ്റിക് കാച്ചു കൊടുത്തേ, ചുണ്ടടി ലിപ്സ്റ്റിക് കാച്ചു കൊടുത്തേ. കണ്ടോ, നിങ്ങൾക്ക് ആർക്കും ലിപ്സ്റ്റിക് ഇല്ല, മിക്കിക്ക് മാത്രമേ ഉള്ളൂ. അല്ലേ അമ്മ? അന്ന് രാത്രി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആണ് കേട്ടോ. എല്ലാ ഫുഡും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഹലോ, ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, എല്ലാവരും പള്ളിയിൽ പോയി, തിരികെ വന്നു, ലഞ്ച് കഴിച്ചു. മിക്കി സ്റ്റേ ചെയ്യുക. ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മളിപ്പം ഡ്രസ്സൊക്കെ ഡ്രസ്സൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ അടുത്തൊരു ബീച്ചുണ്ട്. ആ ബീച്ചിൽ നമുക്ക് എല്ലാവർക്കും ഇറങ്ങാമെന്ന് പറഞ്ഞു. സോ ആ ബീച്ചിൽ വെള്ളത്തിലിറങ്ങാൻ പോവാണ് നമ്മൾ. അല്ലേ മിക്കി, ആർ യു എക്സൈറ്റഡ് ടു ഗോ ടു ദ ബീച്ച്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കുന്നത്. അവിടെ ഓരോരുത്തർ ഇറങ്ങുന്നതേ ഉള്ളൂ കേട്ടോ, കാണുന്നുണ്ടോ? അപ്പോൾ എനിക്കറിയില്ല കേട്ടോ, ആ ബീച്ചിലിപ്പോൾ നമ്മൾ ഫോൺ എടുത്തിട്ട് വെക്കണമെന്നറിയില്ല. വെക്കുവാണെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ബീച്ചിൽ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചു തരാം. നമ്മൾ ബീച്ചിൽ ഇറങ്ങുന്നതായിട്ട് ഒരാൾ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടിട്ട് കാണിക്കണമെങ്കിൽ. നമ്മളപ്പോൾ ബീച്ചിലെത്തിയേ, അവിടെ നമ്മൾ ഇറങ്ങാൻ പോണത്. ഇറങ്ങാൻ പറ്റുമെന്നറിയില്ല, ആദ്യമേ പറയണമല്ല. ആ മിക്കയുടെ ഫ്ലവേഴ്സ് കണ്ടു. ഓറഞ്ച് പിങ്ക്. അപ്പോൾ എക്സൈറ്റഡ് ആണ്. പക്ഷെ ഭയങ്കര തണുപ്പുണ്ട്. ഇവിടുത്തെ ബീച്ചുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ ഒരു ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടാവും. പക്ഷേ അത് നമ്മൾ ഇറങ്ങി കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ഇതായിക്കോളും. അടിപൊളിയാണ്. ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിലേക്ക് ഇറങ്ങാൻ പാടില്ല, കാരണം അങ്ങോട്ട് കടൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ ഒരു സൈഡിലേക്ക് നമുക്ക് ഇറങ്ങാം. അപ്പം നമ്മൾ ഇറങ്ങാൻ പോവാണ്. രണ്ട് കുട്ടികളുണ്ട്. എൻ്റെ ആ മൂത്ത കുട്ടി, രണ്ടാമത്തെ കുട്ടി. ില്ലേ ഭാര്യ വെള്ളത്തിൽ പൊങ്ങുന്നു. നമ്മൾ എത്രയും ഇറങ്ങി തടുപ്പിച്ചേരട്ടെ സുഖത്തിന്. രക്ഷിക്കാൻ പോണടാ.
ഐസും കട്ട പോലെ എല്ലാവരും തടുത്തു പോയി. മിക്കിക്ക് ഇനി വെള്ളത്തിൽ ഇറങ്ങണ്ടെന്നാ മിക്കി പറയണത്. നമ്മള് പഴംപൊരിയൊക്കെ കഴിച്ച് ഉണങ്ങാൻ വേണ്ടി വെയിലത്തിട്ട പോലെ ബീച്ചിൽ നിന്ന് തിരിച്ചു വന്നിട്ട് നമ്മളെല്ലാവരും കുളിച്ച് റെഡിയായേ. ഞാനും മിക്കും കുളിച്ച് വന്നപ്പോഴേക്കും ദേ ഇവിടെ ഒരു സെറ്റ് ആൾക്കാർ ഗ്രില്ല് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഗ്രില്ല് കാണിച്ചു കൊടുക്കട്ടെ. കണ്ട് കണ്ട് ഇനി നമ്മളുടെ ഗേൾ ഗാങ്സിനെ കാണിച്ചു തരാവേ. ആസ് യൂഷ്വൽ ഗേൾസിനെ അവര് കിച്ചണിലിട്ട് പണിയെടുപ്പിക്കുന്ന കണ്ടോ? ഞാൻ ക്യാബേജ് എടുക്കുന്നു. കണ്ടോ കണ്ടോ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന ഡ്യൂമ. നല്ല രസാട്ടോ. നമ്മളെല്ലാവരും കൂടി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ കാര്യങ്ങളും ഓർമ്മകളും എല്ലാം കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 പേരും ഒരുപാട് എൻജോയ് ചെയ്തു അത്. സോ ഗ്രിൽ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നമ്മുടെ ഇവിടെ എഗ്ലെസ് മയോ ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ഗാർലിക് ക്ലോവ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സൺഫ്ലവർ ഓയിൽ, പിന്നെ ഒരു ഇച്ചിരി മിൽക്കും ഉപ്പും ആവശ്യമുണ്ട് കേട്ടോ. ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാവേ. ഓക്കെ, ഇതിപ്പോ നമ്മള് മിൽക്കും പിന്നെ ഗാർലിക്കും ഉപ്പും കൂടി ഇട്ടിട്ട് അടിച്ചേക്കുന്നതാണ്. അതിലേക്ക് ഞാനിപ്പോ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാൻ പോവാണ്. കണ്ടോ, നല്ല അടിപൊളി എഗ്ലെസ് മയോ റെഡി ആയിട്ടുണ്ട്. ഇത് നാളെ രാവിലെ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള സാമ്പാർ കഷ്ണങ്ങൾ അരിഞ്ഞ് ഇന്ന് തന്നെ ഞങ്ങൾ സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ്. ബ്ലാക്ക് ലേബിള്, റെഡ് ലേബിള്, ബ്ലാക്ക് ലേബിള്, ഗോൾഡ് ലേബിള്, ഗ്രീൻ ലേബിള്. മുഖം മറിച്ചിരിക്കുന്നു. ഞാൻ അകത്ത് വന്നിട്ട് ഞാൻ മാത്രം കുടിക്കണല്ലോ. പിടികിട്ടാം. അപ്പോൾ അന്ന് രാത്രി അൽഫാമും ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. സമയം പോയതും അറിഞ്ഞില്ല. ഞാൻ വീഡിയോ എടുക്കാനും മറന്നുപോയി. ഏകദേശം 12-1 മണി വരെ നമ്മൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം എണീച്ചിട്ട് ഇത് നമ്മൾ തിരിച്ചു പോരുന്ന ദിവസമാണ്. അന്ന് നമ്മളുടെ മിക്കിക്ക് വേണ്ടിയിട്ട് അവളൊരിക്കൽ കേക്കും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രജൻ്റെ കേക്ക് കട്ടിങ്ങിലേക്ക് കിടന്നേ. ഇത് ലിവി ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ. ഇത് ഒലിവ്സ് കേക്ക് കട്ട് എന്നാണ് അവളുടെ ഷോപ്പിൻ്റെ പേര്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സിറ്റർ ഭാഗത്തുണ്ട് കേക്ക് ആവശ്യമുണ്ടെങ്കിൽ of course you have to order from her. So tasty yummy cakes ആണ്. അടിപൊളി കേക്കാണ് കേട്ടോ അവളുടെ കേക്ക്സ്. Happy birthday to you. May God bless you dear and keep you 4 years to ഇതിപ്പോൾ ഒരു റിച്വൽ പോലെയാണ് കേട്ടോ. കേക്ക് എവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും സെക്കൻഡ് കേക്ക് കട്ടിങ് മിക്കിയുടെ ആയിരിക്കും. മിക്കിക്ക് എല്ലാ കേക്കും ഒന്ന് കട്ട് ചെയ്തില്ലെങ്കിൽ എന്തോ ഒരു വിഷമം പോലെ. അതുകൊണ്ട് നമ്മളും അവളുടെ കൂടെ നിൽക്കുവേ. മിക്കി പറയുന്നത് കേക്ക് അവിടെ ഉണ്ടെങ്കിൽ അത് മിക്കീൻ്റെ ബർത്ത്ഡേ ആണെന്നാണ്, വേറെ ആരുടെയും ബർത്ത്ഡേ അല്ല. അതുകൊണ്ട് എവിടെ കേക്ക് കണ്ടു കഴിഞ്ഞാലും നമുക്കൊന്നും ഒരു പ്രാവശ്യം അത് കട്ട് ചെയ്തില്ലെങ്കിൽ ഭയങ്കര വിഷമം അവൾക്ക്. നമ്മളുടെ ഗ്യാങ്ങിൽ ആദ്യത്തെ കുഞ്ഞാവായതുകൊണ്ട് ഇച്ചിരി പുന്നാരോ ഉണ്ട്. അപ്പൊ ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. രാവിലെ നമ്മൾ എണീറ്റ് എല്ലാവരും ഫ്രഷ് ഒക്കെ ആയി, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ മിക്കിയുടെ ബർത്ത്ഡേക്ക് ഇവരാരും വരാത്തത് കൊണ്ട് മിക്കിയുടെ ചെറിയൊരു കേക്ക് കട്ടിങ് നിങ്ങൾ കണ്ടില്ലേ, അതും പ്രജുന്റെ ബർത്ത്ഡേ ആണ് ഡേ ആഫ്റ്റർ ടുമോറോ. സോ അതിനുള്ള കേക്ക് നമ്മൾ കട്ട് ചെയ്തു. എല്ലാം കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ തിരികെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ.
സങ്കടമുണ്ട്. കാരണം 4 days നമ്മളെല്ലാവരും ഒന്നിച്ചായിരുന്നില്ലേ. പെട്ടെന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആയി പോകുമ്പോൾ UK താമസിക്കുന്നവർക്ക് അറിയാം, നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് താമസിച്ച് ഒരു ഗ്രൂപ്പ് നമ്മൾ കൂടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് അത് പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. വിഷമമുണ്ട്. അപ്പോൾ ഇനി ഒരു അടുത്തൊരു ഗെറ്റ് ടുഗദറിലേക്ക് നമ്മൾ ലുക്കിംഗ് ഫോർവേഡാണ്. ഓഫ് കോഴ്സ് അത് പെട്ടെന്ന് നടക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.